നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കള്ളൂർ മടംവഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട് ചരക്ക് ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 6:15 അപകടം. വൈദ്യുത പോസ്റ്റ് മീറ്ററുകളോളം ഇടിച്ചു തെറിപ്പിച്ച് വീട്ടുമതിലിലേക്ക് മറിയുകയായിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുത കമ്പികളും സർവീസ് വയറുകളും പൊട്ടിയിരുന്നു. KCB അധികൃതർ സ്ഥലത്തെത്തി. കൊപ്ര കയറ്റിപ്പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആമ്പല്ലൂർ ഭാഗത്തേക്കുള്ള യാത്രയിൽ വളവിൽ ലോറി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പുതുശ്ശേരിപ്പടി ജോസിന്റെ വീടിന് മുൻപിലെ അലങ്കാര മതിലുകളും റിമോട്ട് ഗേറ്റുകളുമാണ് തകർന്നത്. 4 ലക്ഷം രൂപയുടെയെങ്കിലും നഷ്ടമുണ്ടായെന്ന് ജോസ് പറഞ്ഞു. കള്ളൂർ മടംവഴിയിലെ വളവ് മരണവളവായി മാറിയിരിക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പലപ്പോഴായി ഒരാൾ മരിക്കുകയും ഏതാനും പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. സമീപത്തെ വീട്ടുമതിലുകൾ പലതവണയാണ് അപകടങ്ങളെ തുടർന്ന് പുനർനിർമ്മിക്കേണ്ടി വന്നിരിക്കുന്നത്. ആമ്പല്ലൂർ കള്ളായ റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വളവിൽ പാലിക്കേണ്ട കർവ് ശാസ്ത്രീയമല്ലാത്തതാണ് അപകട കാരണമെന്നും നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ വളവിൽ റോഡിൽ വെള്ളക്കെട്ടും ഉണ്ടാകും. റോഡും കുറുകെയുള്ള കാനയും നിർമ്മിച്ചതിലെ അപാകമാണ് പ്രധാന പ്രശ്നമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലം പണിയുന്ന സമയത്ത് ഇതിനേക്കാൾ വിട്ട് ഒരു 2 അടിയും കൂടി താഴ്ത്തിയിട്ട് വേണമായിരുന്നു ആ പാലം റെഡിമെയ്ഡായിട്ട് പണിത് വെച്ചിട്ടുള്ള സ്ലാബുകൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഒരു ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നൊരൊറ്റ നിർബന്ധ കാരണം അത് അടിയിലേക്ക് താഴ്ത്തി വന്നപ്പോൾ കുറച്ച് വെട്ടുകല്ലുകൾ ഉണ്ടായിരുന്നു. ആ വെട്ടുകല്ലുമേ താഴ്ത്താതെ അതിൻ്റെ മുകളിൽ വെച്ച് സൂത്രത്തിൽ കൂടെ പണിതുകൊണ്ടാണ് അവിടെ അത്രയും ഉയർന്നു വന്നത്. ഇതൊരു ടേണിംഗ് ആണ്. ടേണിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് സൈഡ് പൊന്തി നിൽക്കണമെന്നും റൈറ്റ് സൈഡ് കുറച്ച് താഴ്ന്നു നിൽക്കണമെന്നും. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഫലത്തിൽ ചെയ്യാൻ പറ്റാതായി. ആ പറ്റാതായിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഒരു തവണയല്ല 2 തവണയല്ല, ഒരു 10-15 തവണയായി ഇവിടെ ഈ അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ മരണപ്പെടുകയും ചെയ്തു, പലർക്കും പരുക്കുകളും പറ്റി. ഇതേവരെ ഇതിൻ്റെ അധികാരപ്പെട്ടുള്ള PWD ആൾക്കാരോ പഞ്ചായത്തോ ഇതിന് ഒരു പരിഹാരവും ഇതുവരെയും നിർദ്ദേശിക്കാനോ ചെയ്യാനോ വന്നിട്ടില്ല. ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ പ്രതിഷേധം കൂടിയിട്ടാണ്. കാരണം ഞങ്ങളാണ് ഇത് എപ്പോഴും ഈ ഇടിയും മരണമൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. നിരവധി അപകടങ്ങളും മരണവും നടന്നിട്ടും അധികൃതർ വേണ്ട നടപടിയെടുക്കുന്നില്ലെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന പിഴവുകൾ പോലും ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യാത്തതിലും നാട്ടുകാർക്ക് അമർഷമുണ്ട്. സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു റോഡ് ഒരു സൈഡ് ഈ സൈഡ് പൊന്തിട്ട് അപ്പുറത്ത് താങ്ങാണ്ട് കിടക്കുന്നത്. ഇത് ആ സൈഡാണ് പൊന്തി കിടക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായുള്ളൊരു സംഗതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക് ചെയ്യുന്നൊരു സമയത്ത് ഇവിടെ വണ്ടി ഇപ്പോൾ ആ ഡ്രൈവറോട് ചോദിച്ചു പറയുന്നത് അയാൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരു 10-15 അപകടം ഈ മൂലയ്ക്ക് നടന്നു കഴിഞ്ഞു. ഒരു വാർണിംഗ് ബോർഡ് പോലും വയ്ക്കാനായിട്ടുള്ളൊരു സന്മനസ് നമ്മളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അത് നിർബന്ധമായിട്ട് അങ്ങനൊരു സംഗതിയോ അല്ലെങ്കിൽ തീർത്തും ഈ ഒരു മരണം നടന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഒന്നല്ല രണ്ടല്ല, ഇത് നേരം എടുക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് എന്താണ് അപകടം നടന്നതെന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാരോട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ഭീകരമായിട്ടുള്ളൊരു കർവായിട്ട് ഒരു മരണമൂല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ സ്ഥലത്തിന് ഞങ്ങൾ കുളിക്കേണ്ടി വരിക. വളരെ ഖേദപൂർവ്വം പറയുകയാണ്. PWDയോ അധികാരികളോ പഞ്ചായത്തോ ആരാണെങ്കിൽ അത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട ഒരു നടപടികളെടുത്ത് ഈ ഞങ്ങളെ രക്ഷിക്കണം. ഇനിയും അപകടങ്ങൾക്ക് കാത്തുനിൽക്കാതെ കള്ളൂർ മടംവഴിക്ക് സമീപമുള്ള അപകട വളവ് സുരക്ഷിത വളവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI ട്രിച്ചൂർ ഗ്രീൻ സിറ്റിയുടെ നേതൃത്വത്തിൽ
പുതുക്കാട് പഞ്ചായത്തിലെ വനിതാ ജനപ്രതിനിധികളെ ആദരിക്കുന്ന ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ലേഡി ജെസ്സി ചെയർപേഴ്സൺ വിൻസി മെവിൻ അധ്യക്ഷയായിരുന്നു. JCI സോൺ 20 പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ, ഗ്രീൻ സിറ്റി പ്രസിഡന്റ് മേരിയാൻ ജോസാൻഡോ, സെക്രട്ടറി ഹെലന ലിൻഡോ, ട്രഷറർ റോസ്ലിൻഡ് റിജോ, പ്രോഗ്രാം ഡയറക്ടർ ജിഷ സജി എന്നിവർ പ്രസംഗിച്ചു. തൊട്ടിപ്പാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വനിതാ ദിനാഘോഷത്തോടൊപ്പം റിപ്പബ്ലിക് വിജ്ഞാന വികസന സദസ്സും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന വികസന സദസ്സിനോടനുബന്ധിച്ച് UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ വനിതകൾക്കും വായനശാലയുടെ വകയായി പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. വായനശാല പ്രസിഡന്റ് CA രാജു, സെക്രട്ടറി CK ബിനേഷ്, മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം KS അർഷാദ, വനിതാവേദി കൺവീനർ CV സുധ, വനിതാവേദി ചെയർപേഴ്സൺ ആതിര നിതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെയും കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ വനിതാ ദിനം ആചരിച്ചു. കാലടി ശ്രീ ശങ്കര സർവകലാശാലയിലെ ഡോക്ടർ കവിതാ സോമൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സുസ്ഥിര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും യൂണിയൻ അംഗങ്ങളുമായ ഡോക്ടർ നളിനി രവീന്ദ്രനാഥിനെയും നഴ്സിംഗ് പ്രവർത്തകരായ 7 വനിതകളെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ KK ജയ, നന്ദിനി രാജശേഖരൻ, KK രജിത, PR ലേഖ, പ്രസന്ന പ്രകാശൻ എന്നിവരെയും ആദരിച്ചു. വനിതാ ദിന മത്സരങ്ങളിൽ വിജയികളായവർക്ക് നെല്ലായി തിങ്കൾ ബുക്സ് പുസ്തകങ്ങൾ സമ്മാനം നൽകി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി, സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം KO പൊറിഞ്ചു, വനിതാ കമ്മിറ്റി ഭാരവാഹികളായ CP ത്രേസ്യ, KK സോജ, VB ശോഭനകുമാരി, പ്രസന്ന പ്രകാശൻ, MK ശാന്തകുമാരി, KK ഭാരതി, പുഷ്പ ഡേവിസ്, ആനി പൊറിഞ്ചു, MA സുശീല, PG ഗിരിജകുമാരി എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ അഭിലാഷങ്ങളൊക്കെ ചുരുക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ മറിച്ച് നടക്കാനായിട്ട് തയ്യാറാവുമെന്ന് പറയുകയും നിരന്തരമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ദശാബ്ദങ്ങളുടെ പോരാട്ടമായിട്ടാണ് സ്ത്രീകൾക്ക് മാറുമാറ്റാൻ അന്നത്തെ സർക്കാരിന്റെ കയ്യിൽ നിന്നും അനുമതി വാങ്ങിക്കൊടുക്കുന്നത്. അത് എളുപ്പം സാധ്യമായ കാര്യമല്ല പറയാം. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത് ഇവര് മാറിമറിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് വെറും റൗക്ക പോലെ എന്നൊക്കെ അറിയാലോ. മിഷണറി പ്രവർത്തനങ്ങൾ കേരളത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ എല്ലാവർക്കും ജോലിക്കാരൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസമായിട്ട് പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ച മിഷണറികൾ കൂടി ഉണ്ടാക്കിയ ചിന്താഗതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും അവരുടെ വിദ്യാഭ്യാസം കിട്ടണമെന്നും അവർക്ക് കൈത്തൊഴിലുകൾ പഠിപ്പിച്ചിട്ടാണ് ഉച്ചകഴിഞ്ഞുള്ള സമയങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. പിണറായി കാലം സ്ത്രീകൾക്ക് കണ്ണീർ കാലം എന്ന മുദ്രാവാക്യവുമായി വനിതാ ദിനം വഞ്ചനാ ദിനമായി ആചരിച്ച മഹിളാ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പരിപാടികൾ DCC സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേക്കര, മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, റെജിമോൾ ഷാബു, ജോഷി ജോയ്, ലിനി ബിജു, ലൂസി റപ്പായി, നിഷ മുരളി എന്നിവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുറുമാലി ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ സൗന്ദര്യലഹരി ജപവും ലളിതാ സഹസ്രനാമ പാരായണവും നടന്നു. വയലൂർ ലളിതാ നാരായണനെ ചടങ്ങിൽ പൊന്നാട ചാർത്തി ആദരിച്ചു. ജില്ലാ വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് നന്ദികേര ഗിരിജ അധ്യക്ഷത വഹിച്ചു. ഷാർമിള, കമലാമ്പാൾ, വയലൂർ ശിവബാലൻ, പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സാഹിത്യ പരിഷത്ത് മുപ്ലിം യൂണിറ്റും
വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുപ്ലിം യൂണിറ്റ് വനിതാ വിംഗും സംയുക്തമായി മുപ്ലിയത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു. വരന്തരപ്പിള്ളി പോലീസ് SHO KN മനോജ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോർഡിനേറ്റർ സിന്ധു രവി പ്രസംഗിച്ചു. മുപ്ലിയത്തു നിന്നും ആരംഭിച്ച് വാക്കത്തോൺ വരന്തരപ്പിള്ളിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലില്ലി ബേബി, സത്താർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TN മുകുന്ദൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ട്രഷറർ ഡേവിസ് വില്ലിടത്തുകാരൻ, പോൾ കാട്ടുകാരൻ, ജിനിത വിജയ് എന്നിവർ പ്രസംഗിച്ചു. EK സത്യൻ, NK ഭാസ്കരൻ, വർഗീസ് ബാബു, ES ഗിരീഷ്, TM ഷിഖാമണി, നിജദാസ്, KK അബ്ദുൽ ഗഫൂർ, KK അനീഷ് കുമാർ, രാമചന്ദ്ര എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മിനി ദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളും തൊഴിലും എന്ന വിഷയത്തിൽ കാദംബരി ട്രസ്റ്റ് ഡയറക്ടർ VV രാജശ്രീ വിഷയാവതരണം നടത്തി. കലാസാഹിത്യ കൂട്ടായ്മ അംഗം ആശ യതീന്ദ്രദാസ് അവർ എഴുതിയ പ്രണയരാഗം എന്ന പുസ്തകം പരിചയപ്പെടുത്തി. PSC പരീക്ഷാ പഠന കൂട്ടായ്മയിൽ നിന്നും സർക്കാർ സർവീസിൽ UP അസിസ്റ്റന്റായി നിയമനം ലഭിച്ച PS ദിവ്യയെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആശ രാമദാസ്, സ്മിത മനോജ്, NT സുമി, ദിവ്യ ഷിജു, BG ഡേവിസ്, ജിൻസി റാഫേൽ, അഡ്വക്കേറ്റ് നയൽ പ്രസാദ്, വനിതാവേദി ചെയർപേഴ്സൺ സുമിത മുകുന്ദൻ, PK കനകമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർക്ക് സമ്മാന വിതരണവും നടത്തി. കോടാലി മുരിക്കുങ്ങൽ ഗ്രാമത്തിന്റെ മതസാഹോദര്യം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂരം എഴുന്നള്ളിപ്പിനിടെ നെറ്റിപ്പട്ടമണിഞ്ഞ ആന ക്രൈസ്തവ ദേവാലയത്തിനു മുന്നിൽ കുമ്പിട്ടു വണങ്ങി. മുരിക്കുങ്ങൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന പൂരം കാവടി ആഘോഷത്തിന്റെ ഭാഗമായി കിഴക്കുമുറി സെറ്റിന്റെ പൂരം എഴുന്നള്ളിപ്പ് മുരിക്കുങ്ങൽ സെന്റ് ജോസഫ് ദേവാലയത്തിനു മുന്നിൽ കൂടി കടന്നുപോയപ്പോഴാണ് നെറ്റിപ്പട്ടമണിഞ്ഞ ആന ദേവാലയ നടയിൽ കുമ്പിട്ടു വണങ്ങിയത്. ദേവാലയ അധികൃതർ ആനയ്ക്ക് പഴങ്ങൾ നൽകിയാണ് യാത്രയാക്കിയത്. എല്ലാ വർഷവും മുരിക്കുങ്ങൽ പൂരത്തിന്റെ ഭാഗമായി ഈ ചടങ്ങ് നടന്നുവരുന്നുണ്ട്. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങരയെ അനുസ്മരിച്ചു. അനുസ്മരണ പരിപാടികൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TJ ബേബി അധ്യക്ഷത വഹിച്ചു. സേതു മാധവ്ജി മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് കൈതാരത്ത്, Y അച്യുതപ്രസാദ്, റഷീദ് ഏറാത്ത്, PM ജോണി, EH സഹീർ, AU ശിഹാബുദ്ദീൻ, ME ഹംസ എന്നിവർ പ്രസംഗിച്ചു. അല്ലെങ്കിൽ നടന്നിടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതനുസരിച്ച് അവരവരുടെ പേരിനോട് തുല്യമായി സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ 8 ജില്ലകളിൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിലാകും മഴ ലഭിക്കുക. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10-ാം തീയതിയോടെ മഴ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നതിനാൽ പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. CPIയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പരസ്യമായ തർക്കം. നിലവിലെ MLA ആയ CC മുകുന്ദനെ മാറ്റി മുൻ MLA ഗീതാ ഗോപിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി MLA തന്നെ രംഗത്തെത്തി. പാർട്ടിയിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെന്നും സാമ്പത്തിക സ്വാധീനമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിലെന്നും മുകുന്ദൻ MLA ആരോപിച്ചു. ഗീതാ ഗോപിക്ക് പണം പിരിച്ചു നൽകാൻ കഴിവുണ്ടെന്നും എന്നാൽ മോശം പ്രകടനം കാഴ്ചവെച്ച അവരെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയല്ലെന്നും CC മുകുന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ തനിക്കാവില്ലെന്നും സാമ്പത്തിക സ്വാധീനമുള്ളവർക്കാണ് ഇപ്പോൾ മുൻഗണന ലഭിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി തന്റെ പേര് നിർദ്ദേശിക്കാത്തതിനു പിന്നിൽ കൃത്യമായ വിഭാഗീയതയുണ്ട്. തന്നെ ഒഴിവാക്കാൻ പാർട്ടിയിൽ കരുനീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും മുകുന്ദൻ ആരോപിച്ചു. പുതുക്കാട് കണ്ണമ്പത്തൂർ കൂത്തോട്ടുകാരൻ ജോഷി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. കൊടകര കാരൂർ മലയെടുത്ത് വീട്ടിൽ മാണിക്യൻ അന്തരിച്ചു.
91 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ. കല്യാണിയാണ് ഭാര്യ. ലളിത, മല്ലിക, പങ്കജം, ജയാനന്ദൻ എന്നിവർ മക്കളും രാജൻ, അജയൻ, ഹരിദാസ്, ജ്യോതി എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകര കൊടക്കാടൻ പരേതനായ രാഘവൻ ഭാര്യ തങ്ക അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊരേച്ചാൽ കവുങ്ങുംപള്ളി കാർത്യായനി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ വേലുവാണ് ഭർത്താവ്. ചന്ദ്രൻ, സുകുമാരൻ, രാജൻ, മോഹനൻ, ബാബു എന്നിവർ മക്കളും ഗിരിജ, സീത, പ്രസന്ന, ഗിരിജ, ധന്യ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ മഞ്ഞളി പരേതനായ ലോനപ്പന്റെ ഭാര്യ റോസി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. സിസിലി, രാജു, സന്തോഷ് എന്നിവർ മക്കളും ഷീല, ആഷ, പരേതനായ ജോസ് എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,820 രൂപയും പവന് 1,18,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.